ഇപ്പോൾ ഈ പറഞ്ഞ ഇനി അടുത്തത് നമ്മൾ ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്ററാണ്. എന്താണ് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ? ആ പേരിൽ തന്നെ ഉണ്ട് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ അവിടെ വേണ്ട. അതാണ് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. സോ സീ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഇതാണ് കണക്ഷൻസ് ആർ ഡൺ ആസ് പെർ ദ ഡയഗ്രാം. ഒരു കപ്പാസിറ്ററുള്ള ഒരു 3 phase കപ്പാസിറ്റർ സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് കേസ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കപ്പാസിറ്റർ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കുക ഇറ്റ് വിൽ ബി എ സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഇതുവരെ നമ്മൾ പറഞ്ഞത് സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി സെപ്പറേറ്റ് എക്സൈറ്റേഷൻ കൊടുത്തിട്ടാണ്. ഇവിടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ ഫ്ലക്സ് വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് ഉണ്ടാവുക. ആ ഫ്ലക്സ് ഉണ്ടാവാനായിട്ട് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ സെപ്പറേറ്റ് എക്സൈറ്റഡ് ജനറേറ്റർ. ഹിയർ ഇറ്റ് ഈസ് സെൽഫ് എക്സൈറ്റേഷൻ. വി ആർ നോട്ട് ഗിവിംഗ് എനി സെപ്പറേറ്റ് എക്സൈറ്റേഷൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് കപ്പാസിറ്റേഴ്സ് we can work it as an induction generator. First of all, connections are done as per the figure. അടുത്തായിട്ട് നിങ്ങൾ സർക്യൂട്ടിലേക്ക് മാത്രം നോക്കിയാൽ മതി. അടുത്തായിട്ട് എന്താ ചെയ്യണമെങ്കിൽ ദിസ് മെഷീൻ ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് എ പ്രൈം മൂവർ. ആസ് ഇൻ ദ പ്രീവിയസ് കേസ്, ഇൻ ദിസ് കേസ് ആൾസോ ദിസ് മെഷീൻ ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് എ പ്രൈം മൂവർ. ഇനി അത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഡിഫറൻസ് ഉണ്ട്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ എ സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ ആൻഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഇൻ ദ കേസ് ഓഫ് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ, capacitor system will be there. Moreover, this machine should have the property of residual magnetism. Then only we can work it as a self-excited induction generator, because we are not giving any separate excitation. എന്താണ് റെസിഡൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ദിസ് മെഷീൻ ഷുഡ് ഹാവ് സം റെസിഡൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിസം റീറ്റെയിൻഡ് ഇൻ എ മെറ്റീരിയൽ വിത്തൗട്ട് എനി എക്സൈറ്റേഷൻ. ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിസം റീറ്റെയിൻഡ് ഇൻ എ മെറ്റീരിയൽ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൊടുക്കാതെ, അല്ലെങ്കിൽ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു ഫോഴ്സ് ഇല്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് കുറച്ചെങ്കിലും മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പഴയത്തെ കുറച്ച് അവിടെ അവശേഷിക്കുന്ന മാഗ്നറ്റിസത്തെ, amount of magnetism retained in a material after the removal of magnetizing force റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ റിറ്റെയിൻ ചെയ്യുന്ന മാഗ്നറ്റിസത്തെയാണ് റെസിഡൽ മാഗ്നറ്റിസം എന്ന് പറയുക. അപ്പം സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. മോറോവർ ദിസ് മെഷീൻ ഷുഡ് ഹാവ് റെസിഡൽ മാഗ്നറ്റിസം. കണക്ഷൻസ് ആർ ഡൺ ആസ് പെർ ദ ഫിഗർ. ദാറ്റ് മീൻസ് ദിസ് മെഷീൻ ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് അനദർ പ്രൈം മൂവർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സ്റ്റാർട്ട് ദ പ്രൈം മൂവർ. നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രൈം മൂവർ അല്ല, ഫസ്റ്റ് ഇലക്ട്രിസിറ്റി കൊടുത്ത് മോട്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നെയാണ് പ്രൈം മൂവർ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഫസ്റ്റ് തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ദ പ്രൈം മൂവർ. Then we can start this machine because prime mover is mechanically coupled with this machine. First of all, start the prime mover of its arrangement. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വെച്ച് പ്രൈം മൂവർ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് പ്രൈം മൂവർ ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് വിത്ത് ദിസ് മെഷീൻ. ആൻഡ് ദ പ്രൈം മൂവർ റൊട്ടേറ്റ്സ്, ദിസ് മെഷീൻ ഓൾസോ റൊട്ടേറ്റ്സ് because the two machines are mechanically coupled. Okay, so this machine should have some residual flux എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ when the machine starts to rotate, അപ്പോൾ അതിൽ residual magnetism അതിലുണ്ടാവും. അപ്പോൾ therefore due to that residual flux, this machine can generate its own voltage. This machine can generate some voltage without the help of any excitation, or without the help of residual magnetism. It can generate a small voltage which is passing through these capacitors. These capacitors start to charge ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വോൾട്ടേജ് അതിൽ ആദ്യം ജനറേറ്റ് ചെയ്യും. ഈ മെഷീൻ ആദ്യം പ്രൈം മൂവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ദ മെഷീൻ സ്റ്റാർട്സ് ടു റൊട്ടേറ്റ്. ദെൻ റെസിഡുവൽ ഫ്ലക്സ് ഈസ് already is in this machine. With the help of that residual flux, it can generate some voltage which is applying to the capacitors, and capacitor starts to charge. അങ്ങനെ കപ്പാസിറ്റർ ചാർജായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ capacitor charge increase when it starts to charge fully. When these capacitors are fully charged, these capacitors starts to discharge to the machine, because ആ TPST സ്വിച്ച് എന്ന് പറയുന്ന സ്വിച്ച് ഓപ്പൺ ആണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഈ ഫ്ലക്സ് ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ഡിസ്ചാർജ് ടു ദിസ് മെഷീൻ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ റെസിഡ്യുവൽ ഫ്ലക്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക്, ഈ മെഷീൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് കപ്പാസിറ്റർ കൊടുക്കുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് ഈ ഇതിലേക്കാണ് പോകുന്നത്. ദെൻ ദ ഫ്ലക്സ് ഇൻക്രീസസ്. നേരത്തെ there was a weak residual flux. With the help of that weak residual flux, it generated some voltage which is given to the capacitors. Then the capacitors started to charge. When these capacitors are fully charged, അത് തിരിച്ചു കൊടുക്കുകയാണ്. This discharge to the field winding of the system. Now the flux increases from residual flux. More flux will be there, then more flux cutting takes place and more voltage will be generated
till the machine attained its rated voltage. അപ്പോൾ ഇപ്പോൾ ഒരു ജനറേറ്റർ പോലെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഫസ്റ്റ് ഓഫ് ഓൾ the machine is started with the help of prime mover. This machine should have a residual flux. With the help of that residual flux it can generate a low voltage. That voltage is passing through these capacitors. Then the capacitors start to charge. When it is fully charged, it starts to discharge. It discharges to this machine field system. Then its flux increases. This increased flux cuts the winding and more voltage is developed in the machine. Now it acts as a generator. When the machine generates rated voltage, we can close the TPST. Then it is applied to the load system. ഇതാണ് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റാർട്ട് ദ പ്രൈം ഓവർ ബൈ സം മീൻസ്. ദെൻ ദ മെഷീൻ സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. One thing is very clear, this machine should have a residual magnetism. With the help of residual flux that can create voltage, that can generate voltage. That voltage is passing through these capacitors. That capacitor starts to charge. When these capacitors are fully charged, these capacitors start to discharge to the machine and its flux increases from the weak residual flux. More flux cutting takes place, more voltage will be developed. Till when the more voltage will be developed, the voltage will increase till it attains the rated voltage. Okay, അപ്പോൾ അങ്ങനെ rated voltage ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ we can close this TPST and this generated voltage is passing to the loading system. Okay, yes. Then ഇവിടെ ഒരു ഗ്രാഫ് എടുത്തത് കറണ്ട് വേഴ്സസ് വോൾട്ടേജ്. കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്, വോൾട്ടേജ് ഈസ് ഓൺ വൈ ആക്സിസ്. ദിസ് ഈസ് ദ മാഗ്നറ്റൈസേഷൻ കാരണം ഫീൽഡ് കറണ്ടാണ്. ഐ എന്ന് പറഞ്ഞ ഫീൽഡ് കറണ്ട് ആട്ടോ, IF എന്നുണ്ട് അവിടെ. ഫീൽഡ് കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്, റെസിഡുവൽ വോൾട്ടേജ് ഈസ് ഓൺ വൈ ആക്സിസ്. ഫീൽഡ് കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്. നേരത്തെ നിങ്ങൾക്ക് അയച്ചു തന്ന നോട്ടിൽ ജസ്റ്റ് അത് ചെറിയൊരു മാറ്റമുണ്ട്, അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അയച്ചു തന്ന നോട്ടിൽ അത് ഓൾറെഡി കറണ്ടും വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയതോ എന്ന് സംശയമുണ്ട്, അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്, നോ ഡൗട്ട്. ഫീൽഡ് കറണ്ട് ഈസ് ഓൺ എക്സ് ആക്സിസ്, വോൾട്ടേജ് ഈസ് ഓൺ വൈ ആക്സിസ്. ദീസ് ആർ ദ മാഗ്നറ്റൈസേഷൻ കാര. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ക്ലിയർ ആവില്ല, നല്ലപോലെ സൂക്ഷിച്ച് നോക്കണം. ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ട്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിൽ 1, 2, 3 എന്ന് പറയുന്നിട്ട് കാരണം 2 OCCകൾ വരച്ചിട്ടുണ്ട്, പിന്നെ 2 OCCകൾ വരച്ചിട്ടുണ്ട്, പിന്നെ 2 സ്ട്രേറ്റ് ലൈൻ പോലത്തെ സംഭവങ്ങൾ വരച്ചിട്ടുണ്ട്. ആ സ്ട്രേറ്റ് ലൈൻ പോലത്തെ സംഭവം അവിടെ കിടക്കട്ടെ, അതതിൻ്റെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിന് വേണ്ടി വരച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആദ്യം 2 OCCകൾ ഓപ്പൺ സർക്യൂട്ട് കാര ഓർ മാഗ്നറ്റൈസേഷൻ കാര ഉണ്ട്. അതിൽ 1 എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. 1 എന്നിട്ട് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് ഒരു സർക്കിൾ വരച്ച് ക്രോസ് ചെയ്തിട്ട് അവിടെ 1 ഇൻഡിക്കേറ്റ്സ് റേറ്റഡ് വോൾട്ടേജ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. ആ പോയിന്റിലാണ് റേറ്റഡ് വോൾട്ടേജ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഫോർ എ പർട്ടിക്കുലർ സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ കപ്പാസിറ്റൻസ്. ഈ 3 കപ്പാസിറ്ററിൻ്റെ കൂടി ഇഫക്റ്റീവ് കപ്പാസിറ്റർ. ഒരു പർട്ടിക്കുലർ കപ്പാസിറ്ററിൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മെഷീൻ റൺ ചെയ്യുമ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുന്ന റേറ്റഡ് വോൾട്ടേജ്, ഇൻഡക്ഷൻ ജനറേറ്ററിൽ ചെയ്യുന്ന റേറ്റഡ് വോൾട്ടേജ്, അതിൻ്റെ പൊസിഷനാണ് 1. അപ്പോൾ ആദ്യത്തെ കർവ് മാത്രം എടുത്ത് ഒരു OCC മാത്രം എടുക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. മെഷീൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് 1 ഇൻഡിക്കേറ്റ്സ് ദ റേറ്റഡ് വോൾട്ടേജ് പൊസിഷൻ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ വെൻ ദ മെഷീൻ വർക്സ് അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ് ഫോർ എ പർട്ടിക്കുലർ കപ്പാസിറ്റൻസ്. ഒരു പ്രത്യേക കപ്പാസിറ്റൻസിൽ ഒരു പ്രത്യേക സ്പീഡിൽ റൺ ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റഡ് വോൾട്ടേജിൻ്റെ പൊസിഷനാണ്, നോ ലോഡിലുള്ള റേറ്റഡ് വോൾട്ടേജിൻ്റെ പൊസിഷനാണ് 1. ആ 1 എന്നുള്ള പോയിന്റ് കൂടെ ഒറിജിനിൽ നിന്ന് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ഫോർ ഫൈൻഡിങ് ഇറ്റ്സ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എ ലൈൻ ഹാസ് ബീൻ ഡ്രോൺ ഫ്രം ദ ഒറിജിൻ ത്രൂ ദീസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് 1 ഇൻഡിക്കേറ്റ്സ് റേറ്റഡ് വോൾട്ടേജ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ കപ്പാസിറ്റൻസ്. ആ കപ്പാസിറ്റൻസിനെ C1 എന്നും പർട്ടിക്കുലർ സ്പീഡിനെ NR1, റോട്ടോറിൻ്റെ സ്പീഡ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര്. NR1 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. NR1 C1. ഒരു പ്രത്യേക സ്പീഡിൽ ഒരു പ്രത്യേക കപ്പാസിറ്റൻസിലെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇനി ഫോർ ഗെറ്റിംഗ് മോർ വോൾട്ടേജ്, അപ്പോൾ 1ൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 നിന്ന് വൈ ആക്സിസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വോൾട്ടേജ്. ഫോർ ഗെറ്റിംഗ് മോർ വോൾട്ടേജ് അറ്റ് ദ സെയിം സ്പീഡ്, ഇതേ സ്പീഡ് തന്നെ പക്ഷേ വോൾട്ടേജ് കൂട്ടണം. ഇതേ സ്പീഡ് തന്നെ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വാട്ട് വി ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും വി ഹാവ് ടു ഇൻക്രീസ് ആ കപ്പാസിറ്റൻസ് കൂട്ടിയാൽ മതി. കപ്പാസിറ്റൻസിൻ്റെ ശക്തി കൂടുമ്പോൾ കൂടുതൽ ഫ്ലക്സ് അവിടെ ഉണ്ടാവും, കൂടുതൽ വോൾട്ടേജ് അവിടെ ഉണ്ടാവും ചെയ്യും. സോ ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് 2. ഓപ്പറേറ്റിംഗ് പോയിന്റ് 2ലുള്ള വോൾട്ടേജ് നോക്കൂ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് 1. ബട്ട് കപ്പാസിറ്റൻസ് at this stage should be greater than the earlier stage. അതായത് ഒന്നാമത്തേൽ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റൻസിൽ, അതായത് C1 കപ്പാസിറ്റൻസിൽ NR1 സ്പീഡിൽ ജനറേറ്റ് ചെയ്തിരുന്ന വോൾട്ടേജിൻ്റെ പോയിൻ്റാണ് 1. ആ പൊസിഷനിൽ എത്രയാണ് വോൾട്ടേജ് നമുക്ക് വൈ ആക്സിസിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അറിയാം. ഈ പൊസിഷൻ 2ലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കൂട്ടുക. അപ്പോൾ നോക്കൂ, ഓപ്പറേറ്റിംഗ് പോയിന്റ് 2ൽ ഇറ്റ് ഗീവ്സ് മോർ വോൾട്ടേജ് ദാൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് 1, ബട്ട് capacitance should be more than the
ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 1 കണ്ടീഷൻ. ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 1 ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസ് C1 ആണ്. അപ്പോഴുള്ള കപ്പാസിറ്റൻസിനേക്കാൾ ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും അതേ സ്പീഡിൽ തന്നെ. അതാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 2. ഇനി അടുത്ത് നോക്കൂ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 2 ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ 2ൻ്റെ മുകളിലായിട്ട് വേറൊരു കാണാം. ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3 ഗീവ്സ് മോർ വോൾട്ടേജ് അറ്റ് ദ സെയിം കപ്പാസിറ്റൻസ് ഓഫ് C1. മോർ വോൾട്ടേജ്, അതായത് കപ്പാസിറ്റൻസ് കൂട്ടുന്നില്ല, കപ്പാസിറ്റൻസ് അങ്ങനെ തന്നെ നിർത്തുന്നു, കൂടുതൽ വോൾട്ടേജ് വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സ്പീഡ്. അപ്പോൾ സ്പീഡ് കപ്പാസിറ്റൻസും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കൂട്ടാം. ഇതാണ് പറയുന്നത്. അപ്പോൾ 3 പോയിൻ്റാണ്. ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 1 C1 കപ്പാസിറ്റൻസ്, NR1 സ്പീഡ്. സ്പീഡ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് വോൾട്ടേജ് കൂട്ടണമെങ്കിൽ ഒന്നുകിൽ കപ്പാസിറ്റൻസ് കൂട്ടുക. അതാണ് മോർ വോൾട്ടേജ് വിൽ ബി അവൈലബിൾ അറ്റ് ദ സെയിം സ്പീഡ് ബട്ട് മോർ കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 2. വാട്ട് അബൌട്ട് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3? ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3 മീൻസ് മോർ വോൾട്ടേജ് അറ്റ് സെയിം കപ്പാസിറ്റൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 1 ബട്ട് സ്പീഡ് വിൽ ബി ഗ്രേറ്റർ. കേട്ടോ, ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3 സ്പീഡാണ് കൂടുതൽ. ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3 ഒന്നാമത്തേനെ അപേക്ഷിച്ച് 1ഉം 2ഉമായിട്ടുള്ള കമ്പാരിസൺ, 1ഉം 3ഉമായിട്ടുള്ള കമ്പാരിസൺ, ആകെ കൺഫ്യൂസ്ഡ് ആവണ്ട. 1ഉം 2ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ C2 മാത്രം കൂടുതൽ, പക്ഷേ നമുക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടും. പക്ഷേ സ്പീഡ് എന്താ സെയിം. ഒന്നാമത്തേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാമത്തേൽ വോൾട്ടേജ് കൂടുതലാണ്, സെയിം കപ്പാസിറ്റൻസിനെ വെക്കുന്നുള്ളൂ. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണം? NR2 ഗ്രേറ്റർ ദാൻ NR1. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ്. ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ജനറേറ്ററിലെ വോൾട്ടേജ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ശക്തി കൂട്ടുക, അല്ലെങ്കിൽ എന്താ പറയുക, NRൻ്റെ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ശക്തി കൂട്ടുക. ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 1 ഗീവ്സ് a particular voltage at a particular speed at a particular capacitance. If you want more voltage at the same speed, you have to increase the capacitance. That is operating point 2. If you want more voltage at the same capacitance, you have to increase the speed. ഒന്നുകൂടി ഞാൻ പറയാം. Operating point 1 gives the rated voltage at a particular capacitance and particular speed. If you want more voltage, what you have to do? If you want more voltage at same speed, what you have to do? സ്പീഡ് കൂട്ടാതെ വോൾട്ടേജ് കൂട്ടണം. എന്ത് ചെയ്യണം? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യണം. അതാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 2. ഇനി ഒന്നാമത്തേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വോൾട്ടേജ് വേണം, പക്ഷേ ഞങ്ങൾക്ക് കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പീഡ് കൂട്ടണം. സോ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 3 gives more voltage at സെയിം കപ്പാസിറ്റൻസ് ബട്ട് മോർ സ്പീഡ്. ഓക്കെ, ദെൻ advantages and disadvantages of induction generator comparing to advantages and disadvantages of induction generator comparing to alternator or synchronous generator. Advantages and disadvantages of induction generator comparing to അല്ലെങ്കിൽ advantages and disadvantages of separately excited induction generator comparing to synchronous generator. നോക്കൂ, ബൈ ഹാർട്ട് പഠിക്കുക. ഇറ്റ് റിക്വയർസ് എ ലെസ് ഓക്സിലറി എക്യുപ്മെൻറ്റ്. ഇറ്റ് റിക്വയർസ് എ ലെസ് മെയിൻ്റനൻസ്. ലെസ് ഓക്സിലറി എക്യുപ്മെൻറ്റ് മതി. ലെസ് മെയിൻ്റനൻസ്. ഓക്സിലറി എക്യുപ്മെൻറ്റ് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ്. ഓക്സിലറി എക്യുപ്മെൻറ്റ് ലെസ് മെയിൻ്റനൻസ് മതി. സ്പീഡ് വേരിയേഷൻ ഓഫ് പ്രൈം ഓവർ ഹാസ് ലെസ് ഇമ്പോർട്ടൻസ്. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്യാൻ ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അതർ ജനറേറ്റേഴ്സ് വിത്തൗട്ട് എനി പ്രോബ്ലം. ക്യാൻ ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അതർ ജനറേറ്റേഴ്സ് വിത്തൗട്ട് എനി പ്രോബ്ലം. ദിസ് മെഷീൻ ആക്ട്സ് ആസ് എ സെൽഫ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. എന്താ അത് നോക്കൂ, സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ കേസ് എനി ഷോർട്ട് സർക്യൂട്ട്, SC എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട്. ഇൻ കേസ് എനി ഷോർട്ട് സർക്യൂട്ട് ഇൻ എൻ ഇൻഡക്ഷൻ ജനറേറ്റർ ഒക്കേഴ്സ്, എക്സൈറ്റേഷൻ ഫെയിൽസ് ആൻഡ് ജനറേറ്റർ സ്റ്റോപ്സ്. എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സൈറ്റേഷൻ ഫെയിൽ ആവും. സെപ്പറേറ്റ് ആയാലും ശരി, സെപ്പറേറ്റ്. ഇത് സെപ്പറേറ്റ്ലിയായിട്ട് മെയിനായിട്ട് പറയുന്നത്. എക്സൈറ്റേഷൻ ഫെയിൽസ് ആൻഡ് ജനറേറ്റർ സ്റ്റോപ്സ്. ഇതെല്ലാം അഡ്വാൻറ്റേജസ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഇറ്റ് റിക്വയേഴ്സ് എ ലെസ് ഓക്സിലറി എക്യുപ്മെൻറ്റ്. ഇറ്റ് റിക്വയേഴ്സ് എ ലെസ് മെയിൻ്റനൻസ് കമ്പയറിംഗ് ടു സിങ്ക്രണസ് ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ. സ്പീഡ് വേരിയേഷൻ ഓഫ് പ്രൈം ഓവർ ഹാസ് ലെസ് ഇമ്പോർട്ടൻസ്. Can be connected in parallel with other generators without any problem. Without any problem, you can connect this machine with other generators. It acts as a self-protective device. What is meant by self-protective device? In case any short circuit occurs, its separate excitation system will be failed and generation stops. അപ്പോൾ ഒരു അബദ്ധം ഉണ്ടാവില്ല. ഓക്കെ, ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. ഓക്കെ, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ? ചിലപ്പോൾ റഫായിട്ട് ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് ചോദിച്ചാലും ഇത് എഴുതാം. ഒന്ന്, ഇറ്റ് റിസീവ്സ്, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇറ്റ് റിസീവ്സ് എ ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡിൽ നിന്ന് ലാഗിങ് റിയാക്റ്റീവ് പവർ വാങ്ങുന്നുണ്ട് അത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറയും. ഇറ്റ് റിസീവ്സ് എ ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി ഡിക്രീസ്ഡ്. ദർ ഈസ് നോ കൺട്രോൾ ഓവർ ലീഡിങ് റിയാക്റ്റീവ് കമ്പോണൻറ്റ് ടു ഗ്രിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് റിസീവ്സ് ലാഗിങ് റിയാക്റ്റീവ് പവർ ഫ്രം ഗ്രിഡ്, ദെർഫോർ ഇറ്റ്സ് എഫിഷ്യൻസി ഡിക്രീസസ്.
There is no control over leading reactive power to grid. There is no control over leading. It receives a lagging reactive power from grid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it gives a leading reactive power to grid എന്നാണ് മീനിങ്. അതിന് യാതൊരു കൺട്രോളും ഇല്ല. So these are the advantages and disadvantages of particularly separately excited induction generator or induction generator എന്ന് ചോദിച്ചാലും ഈ ടോപ്പിക് ഒക്കെ എഴുതാം. അപ്പോൾ എന്താണ് ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയും? It receives a lagging reactive power from grid, therefore its efficiency decreases. There is no control over leading reactive power to grid. Lagging reactive power from grid വാങ്ങണു എന്ന് പറഞ്ഞാൽ it gives a leading reactive power to grid. അതിന് യാതൊരു കൺട്രോളും ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡക്ഷൻ ജനറേറ്റർ ബൈ ഹാർട്ട് അടിക്കാം. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിക്കുന്ന ഒരു 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. ഈ പറഞ്ഞതൊക്കെ കുറേ എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് എഴുതാവുന്ന കേസുകളിൽ നമുക്ക് അസസ് ചെയ്ത് എഴുതാവുന്ന കേസുകളിലും എനിവേ ഒരു 2 മാർക്ക് 3 മാർക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കില്ല. പക്ഷേ ഇൻഡക്ഷൻ ജനറേറ്റർ എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസ് എഴുതാം, കമ്പാരിസൺ എഴുതാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിങ്കർണസ് ജനറേറ്റർ ആൻഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. സോ ലെഫ്റ്റ് സൈഡിൽ സിങ്കർണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആൾട്ടർനേറ്റർ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ 3 മൊഡ്യൂളുകളിൽ പഠിച്ച ആൾട്ടർനേറ്റർ, അപ്പുറത്ത് ഇൻഡക്ഷൻ ജനറേറ്റർ. കൺസ്ട്രക്ഷണൽ വെറുതെ കൺസ്ട്രക്ഷൻ നല്ല എഴുതി വെക്കേണ്ടിട്ട് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് മാർക്കിനനുസരിച്ച് എഴുതാം. മാർക്കിനനുസരിച്ച് കൺസ്ട്രക്ഷൻ എന്താ? സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്, റോട്ടർ കൺസിസ്റ്റ് ഓഫ് ഫീൽഡ് വൈൻഡിങ് ഇൻ ദ കേസ് ഓഫ് സിങ്കർണസ് ജനറേറ്റർ. അപ്പുറത്തോ ഇൻഡക്ഷൻ ജനറേറ്ററിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റർ ആർമേച്ചർ വൈൻഡിങ്, റോട്ടർ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടറാണ്. ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് തന്നെ, റോട്ടർ കൺസിസ്റ്റ് ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ചുരുക്കി പറഞ്ഞാൽ ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പോലെ തന്നെ. മറ്റേത് ആൾട്ടർനേറ്ററാണ്. സിങ്കർണസ് ജനറേറ്റർ എന്ന് വെച്ചാൽ ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഇൻഡക്ഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടർ തന്നെയാണ്. കൺസ്ട്രക്ഷനിൽ ഒരു ഡിഫറൻസും ഇല്ല. അതങ്ങനെ എഴുതിയേക്കണമെന്ന് മാത്രമല്ല. സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്, റോട്ടർ കൺസിസ്റ്റ് ഓഫ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ exactly same as of an induction motor. Constructionally there is no major difference between induction generator and induction motor. വർക്കിങ്ങിലാണ് വ്യത്യാസം, പ്രിൻസിപ്പിളിലാണ് വ്യത്യാസം. ഇൻഡക്ഷൻ മോട്ടോർ ഇസ് അറ്റ് പോസിറ്റീവ് സ്ലിപ്പ്, ഇൻഡക്ഷൻ ജനറേറ്റർ ഇസ് അറ്റ് നെഗറ്റീവ് സ്ലിപ്പ്. ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ സ്പീഡ് സൂപ്പർ സിങ്കർണസ് സ്പീഡാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് സബ് സിങ്കർണസ് സ്പീഡാണ്. അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. 2 എസ് ഇസ് ഈക്വൽ ടു 0 തെറ്റാട്ടോ. എസ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണ്. എസ് ഇസ് ഈക്വൽ ടു 0 സോറി തെറ്റില്ലേ, ഞാൻ പറഞ്ഞത് തെറ്റ്. എസ് ഇസ് ഈക്വൽ ടു 0 വെൻ സ്പീഡ് ഇസ് ഈക്വൽ ടു എൻ. സിങ്കർണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്ററാണ്. ഇതിൽ എഴുതിയേക്കുന്നത് ശരിയാട്ടോ. സിങ്കർണസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്ററാണ്. അതിൻ്റെ സ്ലിപ്പ് എന്തായിരിക്കും? 0. കാരണം സിങ്കർണസ് ജനറേറ്റർ എന്ത് സ്പീഡിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ? സിങ്കർണസ് സ്പീഡ് എന്ത് ജനറേറ്ററിലേ റൺ ചെയ്യുള്ളൂ? സിങ്കർണസ് സ്പീഡിൽ. അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് എത്രയാണ്? NS മൈനസ് N ബൈ NS. ഇറ്റ്സ് N ഇസ് ഈക്വൽ ടു NS. ദെയർഫോർ സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 0. സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് ഇൻഡക്ഷൻ ജനറേറ്റർ? ഇൻഡക്ഷൻ ജനറേറ്ററിൽ സ്ലിപ്പ് വിൽ ബി നെഗറ്റീവ്. അതിൻ്റെ സ്പീഡ് സിങ്കർണസിനേക്കാൾ കൂടുതലാണ്. ഇൻഡക്ഷൻ മോട്ടോറിൻ്റെയാണ് സിങ്കർണസ് സ്പീഡിനേക്കാൾ കുറവ്. ലെഫ്റ്റിൽ പറയുന്നത് സിങ്കർണസ് ജനറേറ്റർ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ ജനറേറ്റർ ചോദിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ഈ അസസ് ചെയ്ത് എഴുതാവുന്ന കേസുള്ളത് സാധാരണ ചോദിക്കൽ കുറവാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇൻഡക്ഷൻ ജനറേറ്ററിൻ്റെ സ്ലിപ്പ് നെഗറ്റീവ്, സിങ്കർണസ് ജനറേറ്ററിൻ്റെ സ്ലിപ്പ് 0. ഏതിൻ്റെയാണ് പോസിറ്റീവ്? അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്ക്വിറൽ കേജിൻ്റെ സ്ലിപ്പ് റിങ്ങിൻ്റെ സ്ലിപ്പ് പോസിറ്റീവാണ്. സിങ്കർണസ് ജനറേറ്റർ അഥവാ ആൾട്ടർനേറ്ററിൻ്റെ സ്ലിപ്പ് 0 ആണ്. അതിൻ്റെ സ്പീഡ് സിങ്കർണസ് സ്പീഡാണ്. അതുകൊണ്ട് അതിൻ്റെ സ്ലിപ്പ് 0 ആണ്. അതേസമയം ഇൻഡക്ഷൻ ജനറേറ്റർ സ്ലിപ്പ് നെഗറ്റീവാണ്. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. സിങ്കർണസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ DC എക്സൈറ്റേഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ ജനറേറ്റർ വി ആർ ഗിവിംഗ് AC എക്സൈറ്റേഷൻ. In the case of synchronous generator, we are giving DC excitation as separate excitation. But in the case of induction generator, we are giving AC excitation as separate excitation. Okay. നാലാമത്തെ പോയിന്റ്, it requires slip rings and brushes. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ ജനറേറ്റർ നോ നീഡ് ഓഫ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. ഇനി സിങ്കർണസ് ജനറേറ്ററിൻ്റെ വർക്ക് നമ്മൾ 3 മൊഡ്യൂളിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. സിങ്കർണസ് ജനറേറ്ററിൽ ഇറ്റ് റിക്വയേഴ്സ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. ഇൻഡക്ഷൻ ജനറേറ്ററിൽ നോ നീഡ് ഓഫ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. അടുത്ത സിങ്കർണസ് ജനറേറ്ററിൽ കോസ്റ്റും മെയിൻ്റനൻസും കൂടുതലാണ്. ഹൈ മെയിൻ്റനൻസ് ഹൈ കോസ്റ്റ് വേറെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിക്കണേ. അപ്പുറത്തെ ലോ മെയിൻ്റനൻസ് ലോ കോസ്റ്റ്. അപ്പുറത്തെ മീൻസ് ഇൻഡക്ഷൻ ജനറേറ്ററിൽ. ഇനി സിങ്കർണസ് ജനറേറ്ററിലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ NS is equal to 120f/p. That is F is equal to NS into P by 120. So frequency of synchronous generator depends on number of poles and frequency depends upon number of poles and synchronous speed. അതേസമയം ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ഷൻ ജനറേറ്റർ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും, Nനെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് മോർ ഓവർ power system to which induction generator is connected. Power system to which induction generator is connected. മനസ്സിലാവുണ്ടോ പറയുന്നത്? The frequency of induced EMF of a synchronous generator depends upon P and NS.
അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് NS ആണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എബവ് NS ആണ് കേട്ടോ. ഇൻഡക്ഷൻ ജനറേറ്റർ സ്പീഡ് എബവ് NS ആണ്. പറഞ്ഞ് തന്നെ വീണ്ടും പറയാണ്. അപ്പോൾ frequency of induction generator depends upon number of poles, speed and power system to which induction generator is connected. കാരണം ഇൻഡക്ഷൻ ജനറേറ്റർ ആക്റ്റീവ് പവർ കൊടുക്കുക എവിടേക്ക് ഗ്രിഡിലേക്ക്. അപ്പോൾ ആ പവർ സിസ്റ്റത്തിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. ക്ലിയർ? ലാസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്. Frequency of synchronous generator depends upon NS and P. Frequency of induction generator depends upon number of poles, P and power system to which induction generator is connected. Power system to which induction generator is connected. അപ്പോൾ ഇതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിങ്ക്രണസ് ജനറേറ്റർ ആൻഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. അപ്പോൾ 2 ടൈപ്പ് ഇൻഡക്ഷൻ ജനറേറ്റർ ഉണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ ആൻഡ് സെൽഫ് എക്സൈറ്റഡ് ഇൻഡക്ഷൻ ജനറേറ്റർ. അപ്പോൾ ഇതൊരു essay ടോപ്പിക്കാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ഉണ്ട്. സെപ്പറേറ്റ് എക്സൈറ്റേഷൻ, സെൽഫ് എക്സൈറ്റേഷൻ ആയാലും ശരി AC എക്സൈറ്റേഷനാണ് നമ്മൾ കൊടുക്കുക. കപ്പാസിറ്റർ കണ്ടു കഴിഞ്ഞാൽ സെൽഫ് എക്സൈറ്റേഷനാണ്, മറ്റേത് സെപ്പറേറ്റ് എക്സൈറ്റേഷനാണ്. രണ്ടിലും പ്രൈം ഓവർ വേറൊരു മെഷീനിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു മെഷീൻ്റെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡാണെങ്കിൽ സിങ്ക്രണസ് മോട്ടോർ അല്ലെങ്കിൽ സിങ്ക്രണസ് ജനറേറ്റർ എന്ന് പറയും. ഒരു മെഷീൻ്റെ സ്പീഡ് സിങ്ക്രണസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്റർ, സിങ്ക്രണസിനേക്കാൾ കുറവാണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടർ. കൂടുതൽ സ്പീഡ് എന്നുള്ളതിനെ സൂപ്പർ സിങ്ക്രണസ് സ്പീഡ് എന്നും സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറവുള്ളതിനെ സബ് സിങ്ക്രണസ് സ്പീഡ് എന്നാണ് പറയുക. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ. അപ്പോൾ മൊഡ്യൂൾ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്.